ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് കാക്കിയിട്ട ആളായാലും കാക്കിയിടാത്ത ആളായാലും ഏത് ജോലി ചെയ്യുന്ന ആളായാലും ഒന്നാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ചില ഏമാന്മാർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അവർക്കിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പൊന്നാനി സ്വദേശിയുടെ പരാതി എന്ന് പറയുന്നത് ബലാത്സംഗത്തിനിരയായി എന്നുള്ളതാണ്. അതൊരു ആരോപണമല്ല. ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി കഴിഞ്ഞാൽ അതൊരു പരാതിയാണ്. ബലാത്സംഗത്തിന്മേൽ ഒരു യുവതി താൻ ബലാത്സംഗത്തിനിരയായി, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ ഇരയായി എന്ന് ആ സ്ത്രീ നൽകിയ പരാതി. ഇവിടെ നോക്കൂ, ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഇതൊക്കെ അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. ഇതേക്കുറിച്ചൊക്കെ അറിവ് ലഭിച്ചാലുടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്. ഇവിടെ പൊന്നാനി സിയുടെ അടുത്തേക്ക് ഇവർ പരാതി നൽകാൻ പോയത് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിലാണ്. സ്വത്ത് തർക്കം, അതൊരു സിവിൽ കേസാണ്. അതിൽ അവർ പരാതി നൽകാൻ പോവുകയാണ്. പരാതി നൽകാൻ പോകുന്നയാളെ അധികാര സ്ഥാനത്തിരിക്കുന്നയാൾ തന്റെ അധികാരം ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ അവർ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്ന അഭിമുഖത്തിൽ അവർ കൃത്യമായി അത് പറയുന്നുമുണ്ട്. രണ്ടിടത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല. ഞാൻ ബലാത്സംഗത്തിനിരയായി എന്നൊരു സ്ത്രീ പോയി പറയുകയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന് മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരുതര കുറ്റകൃത്യം എന്നുള്ള ഇൻഫർമേഷൻ, ഫസ്റ്റ് ഇൻഫർമേഷന്റെ ബേസിൽ തന്നെ അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിവിടെ ചെയ്തിട്ടില്ല. ഈ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതര കുറ്റകൃത്യമാണെങ്കിൽ അറിവ് ലഭിച്ചാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. തന്റെ മുന്നിൽ വരുന്ന ഒരു പരാതി, ആ പരാതിയിന്മേൽ ആക്ട് ചെയ്തത് എങ്ങനെയാണ്? ആ സ്ത്രീയോട് മോശമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടാണ്. തേഞ്ഞു പോകില്ലല്ലോ എന്നാണ് പറഞ്ഞതായി അവർ ആ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു സ്ത്രീയോട് പറയുന്ന ഒരു സെക്ഷൽ ഓവർടോണോട് കൂടിയുള്ള ഒരു സംഭാഷണം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ, പോലീസ് സ്റ്റേഷനിൽ DYSPയുടെ ഓഫീസിൽ വെച്ച് തന്നെ നടന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവരുടെ വീട്ടിലേക്ക് വരികയും ഈ CIക്കെതിരായ പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്, ഈ വീട്ടമ്മ പറയുന്നത്. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ 3 പേരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ടായി, അതുകൊണ്ട് പ്രിലിമിനറി എൻക്വയറിയിലേക്ക് പോയി എന്നാണ്. പക്ഷേ ആ പ്രിലിമിനറി എൻക്വയറിയിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? വീട്ടിൽ വന്നിരുന്നു എന്നുള്ളതടക്കമുള്ള മൊഴികൾ ഈ സ്ത്രീ കൊടുത്തല്ലോ, അതിന്റെ പേരിൽ അപ്പോൾ എഫ്ഐആർ എടുക്കണ്ടേ? ആ എഫ്ഐആർ അവിടെ രജിസ്റ്റർ ചെയ്തോ എന്ന ചോദ്യം രണ്ടാമത്തെ കാര്യമായി അവിടെ നിൽക്കുകയാണ്. ആ സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊരു ബലാത്സംഗം എന്ന് പറയുന്ന ക്രൈം അവിടെ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിൽ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്മേൽ നടപടിയെടുക്കാം. അതിലേക്ക് പോകുന്നതിന് പകരം പാരലായുള്ള ഒരു അന്വേഷണം, സമാന്തരമായ ഒരു അന്വേഷണം നടത്തുകയും അതിന്മേൽ കുറ്റവിമുക്തനാണെന്ന് ആ സേനയിലെ തന്നെ ആളുകൾ തന്നെ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവിക്കുക? ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന ആരോപണങ്ങളിൽ മുകേഷ് MLA കിട്ടാതെ പോയത്? അങ്ങനെയാണെങ്കിൽ മുകേഷ് MLA അത്തരക്കാരല്ല, മുകേഷ് MLA നല്ലവനാണ്, മുകേഷ് MLA ഇങ്ങനെയൊന്നും ചെയ്യില്ല, വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ന്യായവാദങ്ങൾ ചുറ്റും നിരന്നിരുന്നു. അവിടെ എഫ്ഐആർ ഇട്ടല്ലോ, അവിടെ കൃത്യമായി ചാർജ് ചെയ്തല്ലോ, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയല്ലോ. മുകേഷ് MLAക്ക് ഒരു നീതിയും പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു നീതിയും, അതെങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മുകേഷ് 2021 MLA ആണ്. ഇങ്ങോട്ട് അദ്ദേഹം MLA ആയിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. 2022 നടന്ന മറ്റൊരു ക്രൈം, രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള മറ്റൊരു ക്രൈം, ആ ക്രൈം 2 വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി പോയി വെളിപ്പെടുത്തുന്നത്. മറ്റേ പരാതി എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 2009 സംഭവത്തിന്മേലാണ് മുകേഷ് MLAക്ക് നേരെ ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതിന്റെ വൈരുദ്ധ്യം എന്തുകൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. മുകേഷ് MLAക്ക് പോലും ഇല്ലാത്ത ഒരു പ്രിവിലേജ്, അതായത് ഒരു MLA ആയതുകൊണ്ട് പ്രിവിലേജ് കൊടുക്കണമെന്നല്ല, നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ആ MLA പോലും കേസെടുത്ത് കൃത്യമായി മുൻകൂർ ജാമ്യത്തിലേക്ക് നീക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോലീസ് സേനയിലെ ഈ 3 പേർക്ക് മാത്രം അവരുടേതായ സമാന്തരമായ ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുക? പാർട്ടി കോടതി എന്നൊക്കെ പറയുന്നത് പോലെ പോലീസ് കോടതി എന്നൊരു സംവിധാനം ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കേണ്ടതാണ്. ഏത് വ്യക്തിക്കാണ് ഇങ്ങനെയൊരു സുരക്ഷാ സംവിധാനം കിട്ടുക? അപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേനയെ മുഴുവൻ കളങ്കപ്പെടുത്താനാണ് എന്നുള്ള ഒരു യുക്തിയിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? സേനയെ മാത്രം കുറ്റം പറയുന്നതിനോ അല്ലെങ്കിൽ സേനയിലുള്ള എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്നതിനോ ഒന്നും ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ 3 പേർക്കെതിരെ ഈ സ്ത്രീയുടെ പരാതി വന്നിരിക്കുകയാണ്. ഏത് സ്ഥലത്തുള്ള ആളായാലും ഏത് തൊഴിൽ ചെയ്യുന്ന ആളായാലും അയാൾക്ക് നേരെ ഒരു ക്രൈം ചെയ്തു എന്ന പരാതി വരുമ്പോൾ ആ പരാതി പരിശോധിക്കപ്പെടണം, ആ പരാതിയിൽ അന്വേഷണം നടക്കണം. അതിനാണ് നമുക്ക് ഈ നാട്ടിൽ നിയമവും കോടതിയും എല്ലാം ഉള്ളത്. പരാതി അടിസ്ഥാനരഹിതമെന്നാണ് DYSP VV ബെന്നി പറയുന്നത്. ഇനി ഈ സിവിലും ക്രിമിനലുമായ അപകീർത്തി കേസുമായി ഞാൻ മുന്നോട്ട് പോകും, എന്നെ മാനം കെടുത്തി, കുടുംബമുള്ളതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആരോപണ വിധേയരായ എല്ലാവർക്കും കുടുംബവും വീട്ടുകാരും എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ
അതൊക്കെ അഫക്റ്റഡ് ആവുന്നുണ്ട്. പോലീസുകാർക്ക് മാത്രം അല്ലെങ്കിൽ ഈ കുറ്റാരോപിതർ എന്ന് പറയാൻ കഴിയില്ല, കുറ്റം ചാർജ് ചെയ്തിട്ടില്ല, ആരോപണ വിധേയരായി നിൽക്കുന്ന ഈ 3 വ്യക്തികൾക്ക് മാത്രം അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കണം, അങ്ങനെ വേണം ഡീൽ ചെയ്യാൻ എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിക്കുറവുണ്ട്. അവർ കുറ്റാരോപിതർ എന്നല്ല, അവർ ആരോപണ വിധേയരായി നിൽക്കുന്ന 3 പേരാണ്. ആരോപണ വിധേയർക്ക് മേലുള്ള ആ ആരോപണം ഒരു പരാതിയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ ആ പരാതിയിന്മേൽ അന്വേഷണം നടന്നു വേണം അവരെ കുറ്റവിമുക്തരാക്കാൻ. അന്വേഷണം നടക്കാതെ പോലീസിനകത്തെ സംവിധാനം വഴി അവർ കുറ്റം ചെയ്തിട്ടില്ല, ഈ പരാതിക്കാരിയാണ് മോശം എന്ന് പറയാൻ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പേരുള്ള വ്യക്തിക്ക് കഴിയുന്നയിടത്ത് അവരെങ്ങനെയാണ് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക? കാരണം അവർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തേണ്ട അതേ സിസ്റ്റത്തിനുള്ളിൽ തന്നെയുള്ള ഒരാൾക്ക് വന്ന് വാർത്താസമ്മേളനം നടത്താൻ പറ്റുകയാണ്, വന്ന് ഈ സ്ത്രീയെക്കുറിച്ച് മോശമായി പറയാൻ പറ്റുകയാണ്. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അനുമതിയൊക്കെ വാങ്ങിയാണ് വാർത്താസമ്മേളനം നടത്തേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് CI വന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്താണ്? ഹണി ട്രാപ്പുകാരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ പാസ്റ്റ് എന്താണ്, അവരെന്താണ് ചെയ്തിരുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നേ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടപ്പോൾ റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാം. ഇങ്ങനെ തട്ടിപ്പുകാരിയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു തട്ടിപ്പുകാരിയാണെന്നൊക്കെ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ഇൻഫോം ചെയ്തില്ല? അപ്പോൾ അവരൊരു പരാതി തന്നിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ആ പരാതിയിൽ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ അവർ നേരത്തെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളാണ്, അവർ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ ഇകഴ്ത്തുകയല്ല. നിയമ സംവിധാനത്തിന് മുന്നിൽ അന്വേഷണം നടക്കട്ടെ, ആരാണ് തെറ്റുകാരെന്നുള്ളത് ബോധ്യപ്പെടുത്തട്ടെ. ഞാനിവിടെ ഒരു സൈഡും പിടിക്കുന്നില്ല. ഇവിടെ ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. അല്ല, അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ അവർ ആ ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ അവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നിരിക്കുകയാണ്, അതൊരു ബലാത്സംഗ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കണം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അപ്പോൾ പോലീസുകാർക്ക് മാത്രം അത് പറ്റില്ല, പോലീസിനെതിരെ പരാതി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ വെവ്വേറെ നിയമമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓരോ പൗരനും കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. ആ സുരക്ഷ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കാക്കിക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്.